സംഖ്യാപുസ്തകം 18-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. പിന്നെ യഹോവ അഹരോനോട് അരുളിച്ചെയ്തതെന്തെന്നാൽ, നീയും നിന്റെ പുത്രന്മാരും നിന്റെ പിതൃഭവനവും വിശുദ്ധമന്ദിരം സംബന്ധിച്ചുണ്ടാകുന്ന അകൃത്യം വഹിക്കണം. നീയും നിന്റെ പുത്രന്മാരും നിങ്ങളുടെ പൌരോഹിത്യം സംബന്ധിച്ചുണ്ടാകുന്ന അകൃത്യവും വഹിക്കണം. നിന്റെ പിതൃഗോത്രമായ ലേവി ഗോത്രത്തിലുള്ള നിന്റെ സഹോദരന്മാരെയും നിന്നോടുകൂടെ അടുത്തു വരുമാറാക്കണം. അവർ നിന്നോട് ചേർന്ന് നിനക്ക് ശുശ്രൂഷ ചെയ്യണം. നീയും നിന്റെ പുത്രന്മാരുമോ സാക്ഷ്യകൂടാരത്തിങ്കൽ ശുശ്രൂഷ ചെയ്യണം. അവർ നിനക്കും കൂടാരത്തിനൊക്കെയും ആവശ്യമുള്ള കാര്യം നോക്കണം. എന്നാൽ അവരും നിങ്ങളും കൂടെ മരിക്കാതിരിക്കേണ്ടതിന് അവർ വിശുദ്ധ മന്ദിരത്തിലെ ഉപകരണങ്ങളോടും യാഗപീഠത്തോടും അടുക്കരുത്. അവർ നിന്നോട് ചേർന്ന് സമാഗമന കൂടാരം സംബന്ധിച്ചുള്ള സകല വേലയ്ക്കുമായി കൂടാരത്തിന്റെ കാര്യം നോക്കണം. ഒരു വന്യനും നിങ്ങളോട് അടുക്കരുത്. ഇസ്രായേൽ മക്കളുടെ മേൽ ഇനി ക്രോധം വരാതിരിക്കേണ്ടതിന് വിശുദ്ധ മന്ദിരത്തിന്റെയും യാഗപീഠത്തിന്റെയും കാര്യം നിങ്ങൾ നോക്കണം. ലേവ്യരായ നിങ്ങളുടെ സഹോദരന്മാരെയോ ഞാൻ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് എടുത്തിരിക്കുന്നു. യഹോവയ്ക്ക് ദാനമായിരിക്കുന്ന അവരെ സമാഗമന കൂടാരം സംബന്ധിച്ചുള്ള വേല ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദാനം ചെയ്തിരിക്കുന്നു. ആകയാൽ നീയും നിന്റെ പുത്രന്മാരും യാഗപീഠത്തിങ്കലും തിരിശീലയ്ക്കകത്തുമുള്ള സകല കാര്യത്തിലും നിങ്ങളുടെ പൌരോഹിത്യം അനുഷ്ഠിച്ച് ശുശ്രൂഷ ചെയ്യണം. പൌരോഹിത്യം ഞാൻ നിങ്ങൾക്ക് ദാനം ചെയ്തിരിക്കുന്നു. അന്യൻ അടുത്തുവന്നാൽ മരണശിക്ഷ അനുഭവിക്കണം. യഹോവ പിന്നെയും അഹരോനോട് അരുളിച്ചെയ്തത്, ഇതാ എന്റെ ഉദർച്ചാർപ്പണങ്ങളുടെ കാര്യം ഞാൻ നിന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ സകല വസ്തുക്കളിലും അവയെ ഞാൻ നിനക്കും നിന്റെ പുത്രന്മാർക്കും ഓഹരിയായും ശാശ്വതാവകാശമായും തന്നിരിക്കുന്നു. തീ ദഹിപ്പിക്കാത്തതായി അതിവിശുദ്ധ വസ്തുക്കളിൽ വെച്ച് ഇത് നിനക്കുള്ളതായിരിക്കണം. അവർ എനിക്ക് അർപ്പിക്കുന്ന അവരുടെ എല്ലാ വഴിപാടും സകല ഭോജനയാഗവും സകല പാപയാഗവും സകല അകൃത്യയാഗവും അതിവിശുദ്ധമായി നിനക്കും നിന്റെ പുത്രന്മാർക്കും ഇരിക്കണം. അതിവിശുദ്ധ വസ്തുവായിട്ട് അത് ഭക്ഷിക്കണം. ആണുങ്ങളെല്ലാം അത് ഭക്ഷിക്കണം. അത് നിനക്ക് വേണ്ടി വിശുദ്ധമായിരിക്കണം. ഇസ്രായേൽ മക്കളുടെ ദാനമായുള്ള ഉദർച്ചാർപ്പണമായ ഇത് അവരുടെ സകല നീരാജനയാഗങ്ങളോടും കൂടെ നിനക്കുള്ളതാകുന്നു. ഇവയെ ഞാൻ നിനക്കും നിന്റെ പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വതാവകാശമായി തന്നിരിക്കുന്നു. നിന്റെ വീട്ടിൽ ശുദ്ധിയുള്ളവനെല്ലാം അത് ഭക്ഷിക്കാം. എണ്ണയിൽ വിശേഷമായതൊക്കെയും പുതുവീഞ്ഞിലും ധാന്യത്തിലും വിശേഷമായതൊക്കെയും ഇങ്ങനെ അവർ യഹോവയ്ക്കോ അർപ്പിക്കുന്ന ആദ്യഫലമൊക്കെയും ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. അവർ തങ്ങളുടെ ദേശത്തുള്ള എല്ലാറ്റിലും യഹോവയ്ക്ക് കൊണ്ടുവരുന്ന ആദ്യഫലങ്ങൾ നിനക്കും ആയിരിക്കണം. നിന്റെ വീട്ടിൽ ശുദ്ധിയുള്ളവനെല്ലാം അത് ഭക്ഷിക്കാം. ഇസ്രയേലിൽ ശപഥാർപ്പിതമായതൊക്കെയും നിനക്ക് ഇരിക്കണം. മനുഷ്യരിൽ ആകട്ടെ മൃഗങ്ങളിലാകട്ടെ സകല ജഡത്തിലും അവർ യഹോവയ്ക്ക് കൊണ്ടുവരുന്ന കടിഞ്ഞൂലൊക്കെയും നിനക്കിരിക്കണം. മനുഷ്യന്റെ കടിഞ്ഞൂലിനെയോ വീണ്ടെടുക്കണം. അശുദ്ധ മൃഗങ്ങളുടെ കടിഞ്ഞൂലിനെയും വീണ്ടെടുക്കണം. വീണ്ടെടുപ്പ് വിലയോ 1 മാസം മുതൽ മേലോട്ട് പ്രായമുള്ളതിനെ നിന്റെ മതിപ്പ് പ്രകാരം 5 ശേക്കൽ ദ്രവ്യം കൊടുത്ത് വീണ്ടെടുക്കണം. ശേക്കൽ ഒന്നിന് 20 ഗേര പ്രകാരം വിശുദ്ധ മന്ദിരത്തിലെ തൂക്കം തന്നെ. എന്നാൽ പശു, ആട്, കോലാട് എന്നിവയുടെ കടിഞ്ഞൂലിനെ വീണ്ടെടുക്കരുത്. അവ വിശുദ്ധമാകുന്നു. അവയുടെ രക്തം യാഗപീഠത്തിന്മേൽ തളിച്ചു മേധസ് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗമായി ദഹിപ്പിക്കണം. നീരാജനം ചെയ്ത നെഞ്ചും വലത്തെ കൈക്കുറകും നിനക്കുള്ളതായിരിക്കുന്നതുപോലെ തന്നെ അവയുടെ മാംസവും നിനക്ക് ഇരിക്കണം. ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അർപ്പിക്കുന്ന വിശുദ്ധ വസ്തുക്കളിൽ ഉദർച്ചാർപ്പണങ്ങളെല്ലാം ഞാൻ നിനക്കും നിന്റെ പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വതാവകാശമായി തന്നിരിക്കുന്നു. യഹോവയുടെ സന്നിധിയിൽ നിനക്കും നിന്റെ സന്തതിക്കും ഇത് എന്നേക്കും ഒരു ലവണ നിയമമാകുന്നു. യഹോവ പിന്നെയും അഹരോനോട്, നിനക്ക് അവരുടെ ഭൂമിയിൽ ഒരു അവകാശം ഉണ്ടാകരുത്. അവരുടെ ഇടയിൽ നിനക്ക് ഒരു ഓഹരിയും അരുത്. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഞാൻ തന്നെ നിന്റെ ഓഹരിയും അവകാശവും ആകുന്നു എന്ന് അരുളിച്ചെയ്തു. ലേവ്യർക്കോ ഞാൻ സമാഗമന കൂടാരം സംബന്ധിച്ചു അവർ ചെയ്യുന്ന വേലയ്ക്ക് ഇസ്രയേലിലുള്ള ദശാംശമെല്ലാം അവകാശമായി കൊടുത്തിരിക്കുന്നു. ഇസ്രയേൽ മക്കൾ പാപം വഹിച്ച് മരിക്കാതിരിക്കേണ്ടതിന് മേലാൽ സമാഗമന കൂടാരത്തോട് അടുക്കരുത്.
ലേവ്യർ സമാഗമന കൂടാരം സംബന്ധിച്ചുള്ള വേല ചെയ്യുകയും അവരുടെ അകൃത്യം വഹിക്കുകയും വേണം. അത് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. അവർക്ക് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അവകാശം ഉണ്ടാകരുത്. ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് ഉദർച്ചാർപ്പണമായി അർപ്പിക്കുന്ന ദശാംശം ഞാൻ ലേവ്യർക്ക് അവകാശമായി കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അവകാശമരുത് എന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിരിക്കുന്നു. യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തത്, നീ ലേവ്യരോട് പറയേണ്ടത് എന്തെന്നാൽ, ഇസ്രായേൽ മക്കളുടെ പക്കൽ നിന്ന് ഞാൻ നിങ്ങളുടെ അവകാശമായി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദശാംശം അവരോട് വാങ്ങുമ്പോൾ ദശാംശത്തിന്റെ 10 നിങ്ങൾ യഹോവയ്ക്ക് ഉദർച്ചാർപ്പണമായി അർപ്പിക്കണം. നിങ്ങളുടെ ഈ ഉദർച്ചാർപ്പണം കാടത്തിലെ ധാന്യം പോലെയും മുന്തിരിച്ചക്കിലെ നിറവ് പോലെയും നിങ്ങളുടെ പേർക്ക് എണ്ണും. ഇങ്ങനെ ഇസ്രായേൽ മക്കളോട് നിങ്ങൾ വാങ്ങുന്ന സകല ദശാംശത്തിൽ നിന്നും യഹോവയ്ക്ക് ഒരു ഉദർച്ചാർപ്പണം അർപ്പിക്കണം. യഹോവയ്ക്കുള്ള ആ ഉദർച്ചാർപ്പണം നിങ്ങൾ പുരോഹിതനായ അഹരോന് കൊടുക്കണം. നിങ്ങൾക്കുള്ള സകല ദാനങ്ങളിലും ഉത്തമമായ എല്ലാറ്റിന്റെയും വിശുദ്ധ ഭാഗം നിങ്ങൾ യഹോവയ്ക്ക് ഉദർച്ചാർപ്പണമായി അർപ്പിക്കണം. ആകയാൽ നീ അവരോട് പറയേണ്ടതെന്തെന്നാൽ, നിങ്ങൾ അതിന്റെ ഉത്തമഭാഗം ഉദർച്ചാർപ്പണമായി അർപ്പിക്കുമ്പോൾ അത് കളത്തിലെ അനുഭവം പോലെയും മുന്തിരിച്ചക്കിലെ അനുഭവം പോലെയും ലേവ്യർക്ക് എണ്ണും. അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും എല്ലായിടത്തും വെച്ചും ഭക്ഷിക്കാം. അത് സമാഗമന കൂടാരത്തിങ്കൽ നിങ്ങൾ ചെയ്യുന്ന വേലയ്ക്കുള്ള ശമ്പളമാകുന്നു. അതിന്റെ ഉത്തമഭാഗം ഉദർച്ച ചെയ്താൽ പിന്നെ നിങ്ങൾ അത് നിമിത്തം പാപം വഹിക്കുകയില്ല. നിങ്ങൾ ഇസ്രായേൽ മക്കളുടെ വിശുദ്ധ വസ്തുക്കൾ അശുദ്ധമാക്കുകയും അതിനാൽ മരിച്ചുപോവാൻ ഇടവരികയുമില്ല.